2017 ഫെബ്രുവരി 17 തൃശൂർ നഗരത്തിന്റെ പൊതുവഴിയിൽ നിന്ന് തുടങ്ങിയ അന്യായവും അനീതിയും അപമാനവും അധിക്ഷേപവും 7 വർഷം ഒരു പെൺകുട്ടി തുടർച്ചയായി താങ്ങുന്നുണ്ട്. തോറ്റുപോകുമെന്ന് കൂവിയാർക്കാൻ കുറുനരിമാർ പതിയിരിക്കുന്ന വഴി മുഴുവൻ ഇരുട്ടിൽ ദൂരെ വെളിച്ചമുണ്ടെന്ന ഉറപ്പിൽ നടന്നു തീർക്കുന്നുണ്ട്. ഓരോ ചിരികൊണ്ടും വരികൊണ്ടും ഉയർത്തിപ്പിടിച്ച തലയാണ് തകർക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയെന്ന് വിളിച്ചു പറയുന്നുണ്ട്. സത്യമായും അത് ഈ നാട്ടിലെ ഒരുപാട് പെൺകുഞ്ഞുങ്ങൾക്ക് വെളിച്ചമാണ്. അധികാരം പടികെട്ടിയുയർത്തിയ കോട്ടയുടെ ഒത്ത മുറ്റത്തേക്ക് നടന്നെത്തുന്നത് ഒരു കെട്ടകാലത്തെ ആകെ അതിജീവിച്ചാണ്. കണ്ണുകെട്ടിയത് നീതിക്കു നേരെയെങ്കിൽ എന്തുണ്ട് ഈ നാടിനു മറുപടി? ഇതെന്തു നീതി, എന്തു ന്യായം? അതിജീവിത അപമാനിക്കപ്പെട്ടോ? നീതിക്ക് കാവൽ നിൽക്കേണ്ടവർ വേട്ടക്കാർക്കൊപ്പമോ? അനീതിക്ക് പരിഹാരമെന്ത്? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം എന്ന വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ, അഡ്വക്കേറ്റ് ആശ, അഭിഭാഷക പൊതുപ്രവർത്തക അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ, സാമൂഹ്യ നിരീക്ഷകൻ. വിശദമായ ചർച്ചയിലേക്ക്. ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ, ബലാത്സംഗം ചെയ്യപ്പെടുകയാണെങ്കിൽ ഏറെക്കാലം നമ്മുടെ സമൂഹം പറഞ്ഞിരുന്നത്, ഇപ്പോഴും പലപ്പോഴും പലരുടെ നാവിൽ നിന്നും അറിയാതെ പുറത്തു വന്നത് മാനഭംഗം ചെയ്യപ്പെട്ടു എന്നാണ്. സ്ത്രീയുടെ ശരീരം അഭിമാനത്തിന്റെ എന്തോ ഒരു വലിയ മുതൽക്കൂട്ടാണ്, അതിലാണ് സമൂഹം തന്നെ നിലനിൽക്കുന്നത് എന്ന ഒരു ബോധ്യം അത്രത്തോളം ഉറച്ചു പോയിട്ടുള്ള സാമൂഹ്യ ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനിടയിലാണ് സ്വന്തം ശരീരത്തിന് മുകളിൽ, സ്വന്തം തൊഴിൽ സാഹചര്യങ്ങളുടെ മുകളിൽ, സ്വാതന്ത്ര്യത്തിന് മുകളിൽ ഒക്കെ വലിയ തോതിലുള്ള കടന്നുകയറ്റമുണ്ടായ ഒരു സംഭവ വികാസത്തിലൂടെ വലിയ ശക്തികൾക്കെതിരെ, നിയമത്തിന്റെ ഏത് വക്രതയും വിലയ്ക്ക് വാങ്ങാൻ പോന്ന അധികാര സാമ്പത്തിക ശക്തികൾക്കെതിരെ, സമ്മർദ്ദ ശക്തികൾക്കെതിരെയൊക്കെ പോരാടി നിൽക്കേണ്ടി വരുന്ന ഘട്ടത്തെ അതിജീവിച്ചൊരു പെൺകുട്ടി 7 വർഷമായി മുന്നോട്ട് പോകുന്നത്. ഓരോ തവണ ഓരോ വേദിയിലും കാണുമ്പോൾ ആ മുഖത്ത് തെളിയുന്നൊരു ചിരി, ആത്മവിശ്വാസം, കണ്ണിലെ തെളിച്ചമൊക്കെ ഒന്നിനും അഭിമാനത്തെ, പോരാട്ട വീര്യത്തെ തകർക്കാൻ കഴിയില്ല എന്ന വലിയ ആത്മവിശ്വാസമാണ് ഈ സമൂഹത്തിന് മുഴുവൻ നൽകുന്നത്. അവിടെ നിൽക്കുമ്പോഴാണ് നീതി അവൾക്ക് കിട്ടണമെന്ന ഉറച്ച ബോധ്യത്തോടെ അവൾക്ക് പിന്നാലെ കൈചേർത്ത് നിൽക്കുന്ന സമൂഹത്തിന് മുന്നിലേക്ക് ഈ വാർത്ത വരുന്നത്. എവിടെ നിന്ന് നീതി കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അവിടെ നിന്ന് ഏറ്റവും വലിയ അനീതി ഉണ്ടായിരിക്കുന്നു എന്ന വലിയ ചോദ്യം. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദൃശ്യങ്ങൾ സൂക്ഷിച്ച മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടോ, ആ മെമ്മറി കാർഡ് ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണത്തിന് നിർദ്ദേശം വരുന്നത്. അന്വേഷണം നടക്കരുത് എന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു. പക്ഷേ ആ ആവശ്യത്തിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത്. ആ റിപ്പോർട്ട് വരുമ്പോൾ അതിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തീരുമാനമാകുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പൊതു സ്വഭാവം ആ ക്രിമിനൽ കുറ്റത്തിന് കുഴ പിടിച്ചവർക്ക് അനുകൂലമാകുന്നുണ്ടോ എന്ന ആശങ്കയും നടി ഉയർത്തുന്നുണ്ട്. ഈ വിഷയമാണ് നമ്മൾ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ മെമ്മറി കാർഡ് ഒരു കോടതി ഉദ്യോഗസ്ഥൻ വീട്ടിൽ കൊണ്ടുപോയി പരിശോധിച്ചു. എപ്പോഴാണ് പരിശോധിച്ചത്? രാത്രി 10:58 ശേഷം. അത്രമേൽ കർത്തവ്യ നിരതനായിരുന്നു എന്ന് വിചാരിക്കാൻ കഴിയില്ലല്ലോ നമുക്ക്. 2018 ഡിസംബർ 13 വീട്ടിൽ കൊണ്ടുപോയി അർദ്ധരാത്രി ആ വിഷ്വൽ എടുത്ത് പരിശോധിച്ചു എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിട്ടുണ്ട്. പ്രതിഭാഗത്തിന് തന്നെ ആ ദൃശ്യങ്ങൾ കാണാൻ പര്യാപ്തമായ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്നൊരു ഉപഹർജി കൂടി നിലവിലുണ്ട്. നീതിക്ക് വേണ്ടിയാണ് പോയത് എന്നുള്ളതൊരു ഘടകവിരുദ്ധതയായി മാറുകയാണോ? അല്ല, ഇത് അങ്ങേയറ്റം സങ്കടകരമായ, അപലപനീയമായ, അതിനേക്കാളും ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ്. കാരണം എന്താ വെച്ചാൽ, ഈ പ്രതികളിൽ നിന്നുണ്ടായ പീഡനം അല്ലെങ്കിൽ അവരിൽ നിന്നുണ്ടായ അതിക്രമം അത് മറ്റൊരു വശമാണ്. അവർ ഗൂഢാലോചന നടത്തി ഈ സ്ത്രീയെ ദേഹോദരം ഏൽപ്പിച്ചു, അല്ലെങ്കിൽ മറ്റു തരത്തിൽ അവരെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു വസ്തുതയാണ്. അത് സംബന്ധിച്ച് വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതികളുടെ കുറ്റം, അവരുടെ മേലെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം കോടതിയിൽ തെളിയുകയില്ല എന്നുള്ള വേറൊരു ചോദ്യമാണ്. അത് തികച്ചും വ്യത്യസ്തമായൊരു ചോദ്യമാണ്. കുറ്റം ചെയ്താൽ മാത്രം പോരല്ലോ, കുറ്റം കോടതിയിൽ തെളിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുറ്റം ചെയ്ത ആൾ മാത്രമല്ല, കുറ്റം ചെയ്യിച്ച ആളുകളുമുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരുപാട് കണ്ണികൾ ഇതിനകത്ത് വിളക്കി ചേർക്കേണ്ടതായിട്ടുണ്ട്. അത് പ്രോസിക്യൂഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കേസിൻ്റെ ആരംഭഘട്ടം മുതൽക്ക് തന്നെ ഇത് വലിയ മാധ്യമ ശ്രദ്ധയിൽ നിൽക്കുന്ന കാര്യമാണ്. അല്ലാതെ ആരോരും അറിയാതെ അത് നടന്നൊരു സംഭവമല്ല. അല്ലെങ്കിൽ അത്
ഫോളോ അപ്പ് ചെയ്യപ്പെടാതെ പോയ കേസല്ല. പല കേസുകളിലും അങ്ങനെ സംഭവിക്കുമല്ലോ. ഇപ്പോൾ നമ്മുടെ വാളയാർ പീഡന കേസ്, അത് കേസുണ്ടായ സമയത്ത് ചർച്ചാ വിഷയമായി, നിയമസഭയിൽ ചർച്ചാ വിഷയമായി, മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തു. പക്ഷേ പിന്നീട് പൊതുജന ശ്രദ്ധയിൽ നിന്ന് പോയ സമയത്ത് അതിലെ പ്രതികളെല്ലാവരും വെറുതെ വിട്ടു, വീണ്ടും പൊതുജന ശ്രദ്ധയിൽ വന്നു. ഇതങ്ങനെയല്ല. ഇത് സംഭവം ഉണ്ടായ അന്ന് മുതൽക്ക്, ആ പുലർച്ചെ മുതൽക്ക് പൊതുസമൂഹത്തിൽ കത്തി നിൽക്കുന്നൊരു വിഷയമാണ്. അതിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതൊന്നും ആലോചിക്കണം. ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിച്ച കേസാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വനിതാ ജഡ്ജി വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്ന കേസാണ്. ഈ വിചാരണ തുടങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി. അത് ഒരു കടവിലും അടുത്തിട്ടില്ല. അതിനെ വിചാരണ അനന്തമായി നീണ്ടുപോവുകയാണ്. പലതവണ സുപ്രീം കോടതിയിൽ പോയതാണ്, പലതവണ ഹൈക്കോടതിയിൽ പോയതാണ്. പ്രോസിക്യൂട്ടർ തന്നെ ഒന്നിലധികം പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച് പോയ കേസാണ്. അതിജീവിതയും സർക്കാരും ഒരേ സമയത്ത് ഈ വിചാരണ കോടതി ജഡ്ജിയിൽ വിശ്വാസമില്ല, അവരെ മാറ്റണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പിന്നെ സുപ്രീം കോടതിയിൽ പോയതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ എല്ലാ തരത്തിലും ചർച്ചാ വിഷയമായ വിവാദപരമായി നിൽക്കുന്ന പല അപവാദങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന കേസാണ്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ പ്രധാന തൊണ്ടി എന്ന് പറയുന്ന ഈ ദൃശ്യങ്ങൾ അത് കോടതിയിലെ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നു. അത് ആര് കൊണ്ടുപോയി, എന്താവശ്യത്തിന് കൊണ്ടുപോയി, എന്താവശ്യത്തിന് ഇത് പരിശോധിച്ചു എന്നുള്ളതൊക്കെ ദുരൂഹമായി തുടരുകയാണ്. തീർച്ചയായിട്ടും അത് നല്ല ഉദ്ദേശത്തോടെ കൊണ്ടുപോയതല്ല, സത്യം തെളിയിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്തതല്ല. പോലീസ് ഉദ്യോഗസ്ഥരല്ല കൊണ്ടുപോയത്. കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന സാധനം എങ്ങനെ പുറത്തുപോയി, എങ്ങനെ അസമയത്ത്, കോടതി പ്രവൃത്തി സമയത്തല്ല, 10 മുതൽ 5 വരെയുള്ള സമയത്തല്ല, രാത്രി 10 മണിക്ക് ശേഷം ഇതാര് പരിശോധിച്ചു, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സത്യത്തിൽ ഇവിടെ പ്രതികളുടെ പേരിലുള്ള കുറ്റാരോപണം നിലനിൽക്കുമ്പോൾ തന്നെ കോടതിയുടെ പ്രവർത്തനം സംശയത്തിൻ്റെ നിഴലാവുകയാണ്. നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നത് ജുഡീഷ്യറിയിലാണ്, നീതിപീഠത്തിലാണ്. നമ്മൾ ആരെ വിശ്വസിച്ചിട്ടാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതിജീവിതയും പ്രോസിക്യൂഷനും പോലീസും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കോടതിയിൽ നിന്ന് നീതി കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നീതി എവിടെ നിന്ന് കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചോ, അല്ലെങ്കിൽ എവിടെ നിന്ന് നീതി കിട്ടുമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചോ, ആ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് അതിനേക്കാൾ വലിയ അനീതി നടക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ വീട്ടിൽ കൊണ്ടുപോയത് മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ഈ ആരോപണ വിധേയനായ സീനിയർ ക്ലർക്ക് മഹേഷ് മോഹൻ പറഞ്ഞു. പക്ഷേ അങ്ങനെയാണെങ്കിൽ അതിലൊരു മൊഴിയെടുപ്പ് വേണ്ടേ? അത് സ്ഥിരീകരിക്കണ്ടേ? അതുണ്ടാകുന്നില്ല. എന്തിനീ ദൃശ്യങ്ങൾ കൊണ്ടുപോയ ദിവസം 2018 ഡിസംബർ 13 എന്ന് നമ്മൾ പറയുമ്പോഴും ആ ദിവസം ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നൊരു കാര്യം. അതുമായി ബന്ധപ്പെട്ട ഒരു തെളിവും ഈ വ്യവസ്ഥിതിക്ക് മുന്നിലില്ല, അത് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഈ കാലത്ത് നടക്കുന്നതാണ്. അല്ല, അതിൽ രണ്ട് വശമുണ്ട്. ഇപ്പം നടത്തിയിട്ടുള്ള ഒരു ഫാക്ട് ഫൈൻഡിങ് എൻക്വയറിയാണ്. ഇങ്ങനെ ഒരു സാധനം പുറത്തുപോയി എന്ന് റിപ്പോർട്ട് കിട്ടുന്നു. ആ റിപ്പോർട്ട് കിട്ടുമ്പോൾ വിചാരണ കോടതിയിലെ ജഡ്ജിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. എങ്ങനെ ഇത് പുറത്തുപോയി, ഇതിൽ ഹാഷ് വാല്യൂ യഥാർത്ഥത്തിൽ മാറിയിട്ടുണ്ടോ, മാറിയിട്ടുണ്ടെങ്കിൽ ആരാണ് ഉത്തരവാദി എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു അന്വേഷണം നടക്കും. അവരുടെ മുമ്പിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ രേഖപ്പെടുത്തി ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചുള്ളൂ. ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം. അത് മജിസ്ട്രേറ്റിലെ അന്വേഷണം അല്ല നടത്തേണ്ടത്, പോലീസ് അന്വേഷിക്കണം. അതിൽ കുറ്റവാളികളായ ആളുകളുടെ പേരിൽ ക്രിമിനൽ നടപടി നിയമം അനുസരിച്ച്, ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച്, അല്ലെങ്കിൽ സൈബർ ലോയിലെ വ്യക്തമായ വകുപ്പുകൾ ഉപയോഗിച്ച് അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യണം. ഈ കുറ്റവാളികളായ ഒരാളും ഇതിൽ അന്വേഷണം തീരുന്നവരെ അല്ലെങ്കിൽ അവർ കുറ്റവിമുക്തരാകുന്നവരെ സർവീസിൽ തുടരാൻ പാടില്ല. അങ്ങനെ ഒരു ക്ലാർക്കിനെ വിശ്വസിച്ച് അവിടെ ഏൽപ്പിച്ചു കൊടുത്ത മജിസ്ട്രേറ്റ് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യമല്ല. മനസ്സിലായില്ലേ? അങ്ങനെ കൊണ്ടുപോയ ക്ലാർക്കാണ് കൊണ്ടുപോയെങ്കിൽ അയാൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. മജിസ്ട്രേറ്റ് എൻ്റെ കയ്യിൽ തന്നയച്ചു എന്ന് വെച്ചാൽ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ കൊണ്ടുപോയെന്ന് വെച്ചാൽ തന്നെ എനിക്കത് കാണാൻ പാടില്ലല്ലോ. അപ്പോൾ ആരാണിത് യഥാർത്ഥത്തിൽ ചെയ്തത് എന്ന കാര്യം ആദ്യം പുറത്തു വരണം. ആരിത് ഏൽപ്പിച്ചു കൊടുത്തു, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു? ഇത് ഉണ്ടംപൊരിയോ ബോണ്ടയോ ഒന്നും അല്ലല്ലോ ആൾക്കാർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ. അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. ഇത് കോടതിയിൽ ഉത്തരവാദിത്തോട് ഏൽപ്പിച്ച തൊണ്ടി മുതലാണ്. അത് ചെറിയ കാര്യമല്ല, വളരെ കൂളലൊക്കെ സൃഷ്ടിച്ച കേസാണ്. നമ്മുടെ ശ്രീ ജസ്റ്റിസ് സുനിൽ തോമസ് ജാമ്യ ഹർജി തള്ളിക്കൂട്ടൽ ഉത്തരവിൽ പറഞ്ഞ പോലെ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്ത ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ആദ്യത്തെ കേസാണ്. അങ്ങനെ ലോകമഹാത്ഭുതമായി നിൽക്കുന്ന ഒരു കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി സാധനം വെറും ഒരു ക്ലാർക്കിനെ വിശ്വസിച്ച് വീട്ടിൽ കൊടുത്തു വിട്ട മജിസ്ട്രേറ്റ്, ആ മജിസ്ട്രേറ്റ് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവരിപ്പോഴും ഏതോ സ്ഥലത്തിരുന്ന് നീതി നടപ്പാക്കുകയാണ്. അതൊന്ന് ആലോചിച്ച് നോക്കൂ, ആ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അത്ര നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രതികൾക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഒരു മജിസ്ട്രേറ്റ് നമ്മുടെ നീതിന്യായ സംവിധാനത്തിന് അപമാനമല്ലേ? തീർച്ചയായിട്ടും അപമാനമാണ്. ഇനി ആരല്ലെന്ന് പറഞ്ഞാലും അങ്ങനെയല്ല. അത് ആരൊക്കെ പരിശോധിച്ചു, ഏതൊക്കെ ദിവസങ്ങളിൽ പരിശോധിച്ചു? ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ ഈ രാജ്യത്ത് വ്യവസ്ഥയുണ്ടല്ലോ. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ എത്ര പുരോഗമിച്ചു. നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഇതിന് ഉത്തരവാദിത്തം വേണം.
മാത്രമല്ല നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ നിരവധി അനവധി വിധിന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? റൈറ്റ് ടു പ്രൈവസി, സ്വകാര്യതയ്ക്കുള്ള അവകാശം ഓരോ മനുഷ്യനിലും ഇൻബിൽട്ട് ആയിട്ടുള്ളതാണ്. അത് മൗലികാവകാശമാണ്. ഇവിടെ വലിയ പീഡനത്തിനിരയായ ഒരു പെൺകുട്ടി, അതിജീവിത എന്ന് നമ്മൾ എന്താണ് ഓമന പേരിട്ട് വിളിക്കുന്നത്, ഇര എന്നുള്ള വാക്കാണ് ശരി. അവർ പ്രതികളുടെ ഇരയായി, ഇപ്പൊ നീതിന്യായ സംവിധാനത്തിന്റെ ഇരയായി. അപ്പൊ ഇര എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇരയായ സ്ത്രീക്ക് എവിടെയാണ് നീതി കിട്ടുന്നത്? അവരുടെ ശരീരം ആദ്യം പീഡനത്തിന്റെ ഇരയായി, അത് കഴിഞ്ഞ് അതിന്റെ ദൃശ്യങ്ങൾ, അതെ ദൃശ്യങ്ങൾ കോടതിയുടെ അതിക്രമത്തിന് ഇരയായി, അത് അനധികൃതമായി പരിശോധിക്കപ്പെട്ടു, അനധികൃതമായി കാണപ്പെട്ടു. അത് ശരിയല്ലല്ലോ. അവരുടെ സ്വകാര്യത ലംഘിച്ച ആരാണ്? നീതിന്യായ പീഠമാണ്, നീതിപീഠമാണ്, അല്ലെങ്കിൽ നീതിന്യായ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അത് സത്യമായിട്ടും ജിജ്ഞാസ കൊണ്ട് പരിശോധിച്ചാവാൻ സാധ്യതയില്ല. ജിജ്ഞാസ മാത്രമാവില്ല, അതിൻ്റെ പുറകിൽ വ്യക്തമായ ഉദ്ദേശമുണ്ട്, കരുതലുണ്ട്. ഇത് നീതിന്യായ സംവിധാനത്തിൻ്റെ അതിഭയങ്കരമായ ലംഘനമാണ്. ആ സ്ഥാനത്തിരിക്കാൻ ഇവരാരും യോഗ്യരല്ല. ഓക്കെ, ഞാൻ അങ്ങേലേക്ക് തിരികെ വരാം. ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ രാഹുൽ ഈശ്വർ, ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട പരിശോധന വേണമെന്ന ഹൈക്കോടതിയിൽ ഹർജി എത്തിയപ്പോൾ പ്രതിഭാഗം അതിനെ എതിർക്കുന്നുണ്ട്. അങ്ങനെ ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ കോടതി ചില സമയങ്ങളിലടക്കം, സ്വാഭാവികമല്ലാത്ത ചില സമയങ്ങളിലടക്കം ഇത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ബോധ്യത്തിലാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും 1 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് നൽകുകയും വേണം എന്ന് പറയുന്നത്. ഇതേ ഹർജിയുടെ ഉപഹർജി എന്ന് പറയുന്നത് 8ാം പ്രതിയായ നടൻ ദിലീപിനും അഭിഭാഷകർക്കും അങ്കമാലി മജിസ്ട്രേറ്റ് ആയിരുന്ന ലീന റഷീദ് തന്റെ ലാപ്ടോപ്പിൽ ഈ ദൃശ്യങ്ങൾ കാണിച്ചു നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഒരു സാധാരണ കേസല്ല. അഡ്വക്കേറ്റ് എ ജയശങ്കർ പറഞ്ഞതുപോലെ സമൂഹമാകെ കണ്ണും കാതും തുറന്നു വെച്ച് വീക്ഷിക്കുന്ന ഈ കേസിൽ കണ്ണിനു മുന്നിൽ വെച്ച് നീതിയുടെ എല്ലാ വെളിച്ചവും കിട്ടുന്ന ഇടത്ത് വെച്ച് നഗ്നമായ നിയമലംഘനവും ക്രൈമും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണമെങ്കിൽ എന്താണ് അതിന് മറുപടി? 2-3 കാര്യങ്ങൾ. ഒന്ന്, കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. മാധു ഈ വിഷയം വളരെ കൃത്യമായി ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയല്ലേ. ഏതെങ്കിലും ഒരു അവസരത്തിൽ, എനിക്കറിയില്ല, ഇനി ഉണ്ടെങ്കിൽ പറയാം, FSL റിപ്പോർട്ടിലടക്കം ഈ ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറി എന്നൊരു വാർത്തയെങ്കിലും വന്നിട്ടുണ്ടോ? ഫയലുകളുടെ അല്ല മാറിയത്, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ആണ് മാറിയത്. അപ്പോൾ ഒരു തരത്തിലും ഫയലിൽ ടാമ്പറിങ്ങോ മറ്റു കാര്യങ്ങളോ നടന്നു എന്ന് FSL റിപ്പോർട്ടിൽ അടക്കമില്ല. നമ്മൾ വസ്തുതയായി കാണാം. 2, മെയിൻ കേസ് ഈ ഫയലുകൾ അങ്ങ് പറഞ്ഞത് ശരിയാണ്. അല്ല, ഞാനിവിടെ ഫയൽ എന്ന് പറഞ്ഞിട്ട് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണല്ലോ ഈ ചർച്ചയുടെ തുടക്കം മുതൽ ഞാൻ പറഞ്ഞത്. ഈ കാര്യം നമ്മൾ നമ്മൾ വിശദമായി തർക്കിച്ചിട്ടുമുണ്ട് ആ വിഷയം വെച്ച് ശ്രീ രാഹുൽ ഈശ്വർ. പക്ഷേ എന്തായാലും ഒരു കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ആ ഫയലുകളുടെ, നമ്മുടെ അഭിനേത്രി, നമ്മുടെ എല്ലാം അഭിമാനമായി മാറിയ നമ്മുടെ ഇരയോ അതിജീവിതയോ, അവർ നമുക്കെല്ലാം ഇഷ്ടമുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ സ്വകാര്യതയെ മാനിക്കുന്ന ആ ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. പൊതുജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. 2, ഇന്ന് ഹിന്ദു അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ലീന റഷീദ്, മഹേഷ് മോഹൻ, ശിരസ്ദാറായിരുന്ന താജുദ്ദീൻ, ഇവർ 3 പേരുമാണിത് ആക്സസ് ചെയ്തതെന്ന്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ടാമ്പറിങ്ങോ ലീക്കോ തുടങ്ങിയ കാര്യങ്ങൾക്ക് യാതൊരു സ്കോപ്പും ഇല്ല എന്നും കൂടെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. 3, ശ്രീ ദിലീപിന് ഇതുമായിട്ട് യാതൊരു ബെയറിങ്ങോ, അല്ലെങ്കിൽ ശ്രീ ദിലീപിനെ 8ാം പ്രതിയായി എടുത്തിരിക്കുന്ന കള്ളക്കേസെന്ന് ഞാൻ അടക്കം വാദം മുമ്പോട്ട് വെക്കുന്ന കേസിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 4-5 മാസങ്ങൾക്കുള്ളിൽ ആ കേസ് തീരാൻ പോവുകയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ സാർ പറഞ്ഞതുപോലെ ഇത് ഏതെങ്കിലും രീതിയിൽ കോടതിയുടെ പ്രക്രിയകളോ പ്രൊസീജിയറോ ഒക്കെ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയാണെങ്കിൽ അതെല്ലാം ബെറ്റർ ആക്കാനുള്ള അവസരം ആയിക്കോട്ടെ. പക്ഷേ പ്രധാന കേസിനും ഈ കേസിനും യാതൊരു ബെയറിംഗും ഇല്ല. അത് മിനിമാഡ് അടക്കമുള്ളവർ പലരും പല ചാനൽ ചർച്ചകളിലും ഞാൻ കൂടി ഇരിക്കുമ്പോൾ പറഞ്ഞതാണ്. 2, ശ്രീ ദിലീപിന് ഇതുമായിട്ട് യാതൊരു ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ഇത് പുകമറയായി ഉപയോഗിച്ച് ജുഡീഷ്യറിയെ കരിവാരിത്തേക്കാനും സംശയത്തിന്റെ നിലയിൽ നിർത്താനും വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഈ റിപ്പോർട്ട് തന്നെ വേണമെങ്കിൽ ഏജൻസീസിന്റെ സഹായം എടുക്കാന്ന് പറഞ്ഞേ ഉള്ളൂ, എടുക്കണം എന്ന് പറയുന്നില്ല. അപ്പോൾ കോടതിയുടെ ഉള്ളിലുള്ള കാര്യമായതുകൊണ്ടും കോടതിയിലെ ജഡ്ജിമാരാണ് ഇതിൽ 2 പേരുള്ളതുകൊണ്ടും ഒരാൾ കോർട്ടിന്റെ ഓഫീസറായ താജുനി അല്ലെങ്കിൽ കോർട്ടിന്റെ ശിരസ്ദാറായ താജുദ്ദീൻ ആയതുകൊണ്ടുമാണ് ഒരു പക്ഷേ ജസ്റ്റിസ് ഹണി അല്ലെങ്കിൽ ജഡ്ജിയായ ഹണിയം വർഗീസ് ചെയ്തു. അപ്പോൾ ഇതിന് മെയ് 20 അടുത്ത കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ നടപടി ഉണ്ടാകുന്നെങ്കിൽ നടപടി ഉണ്ടായിക്കോട്ടെ. ഹൈക്കോടതിയിലേക്ക് ഹർജി പോകുന്ന സമയത്ത് പ്രതിഭാഗം എതിർത്തത് എന്തിനാണ്? ഞാൻ ചോദിക്കുന്നത്, ഇത്രമേൽ സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ ഉണ്ട് എങ്കിൽ അങ്ങനെ ഒരു അക്രമം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കുള്ളിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നൊരു ബോധ്യം ഉണ്ടാവില്ലേ? എന്തായാലും വാദിക്കാൻ നിൽക്കുന്നവരൊക്കെ നമ്മുടെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ എടുത്തവരൊക്കെ ആണല്ലോ. അപ്പോൾ അവർക്ക് ഒരു ബോധ്യം ഉണ്ടാകില്ലേ? പിന്നെ എന്തിനാണ് ഈ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട ഹർജിയെ എതിർത്തത്?
ഹാഷ് വാല്യൂ ഒന്നുകൂടെ കൃത്യമായി മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ, ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. 2, നമ്മൾ ഈ കേസിന്റെ നാൾ വഴികൾ വെറുതെ ഒന്ന് നോക്കൂ. 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു കള്ളക്കേസ് എടുത്തില്ലേ? അല്ലെങ്കിൽ ഒരു കേസ് എടുത്തില്ലേ? ആ കേസിന്റെ ഗതി എന്തായി? കാവ്യ മാധവനാണ് മാഡം എന്ന് പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തില്ലേ? എന്തായി? കാവ്യയുടെ അമ്മയ്ക്ക് ഇതിൽ റോൾ ഉണ്ടെന്ന് പറഞ്ഞു. 50 ലക്ഷം രൂപ ഒരു രാഷ്ട്രീയക്കാരന് കൊടുത്തു എന്ന ആരോപണം ഉണ്ടായി. അതെന്തായി? ഇത്തരം കാര്യങ്ങളൊക്കെ എവിടെ പോയി? അപ്പോ ഒരുപാട് വ്യാജ ആരോപണങ്ങളും കള്ളങ്ങളുടെ പെരുമഴകളും വന്നിട്ടുണ്ട് എന്ന കാര്യം നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതായത് കാവ്യ മാധവന്റെ ചിത്രം വെച്ച് മാഡം കാവ്യോ എന്ന് പറഞ്ഞു വരെ നമ്മുടെ മുഖ്യധാരാ ചാനൽ ചർച്ച ചെയ്തു. ഇനി കാവ്യയുടെ അമ്മയാണോ എന്ന് വരെ ചർച്ച ചെയ്തു. അപ്പൊ എന്തൊക്കെ കള്ളങ്ങളുണ്ട്. അല്ല, അപ്പോഴൊക്കെ ഒരു പക്ഷേ ഈ പറയുന്ന ചർച്ചകളൊക്കെ നടക്കുമ്പോഴും അതിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും. സ്വാഭാവികമായും ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണത്തിന്മേലാണ് ചർച്ച വരുന്നത്. ഈ കേസിൽ എത്രയെത്ര ആരോപണങ്ങൾ, എത്രയെത്ര വെളിപ്പെടുത്തലുകൾ, ഇതെല്ലാം പരമമായ സത്യമാണ്, ഇതെല്ലാം ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല ചർച്ചകൾ നടക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ സമൂഹം കണ്ണും കാതും തുറന്നു വെച്ചിരിക്കുന്ന ഒരു സംഭവത്തിൽ ഒരു വെളിപ്പെടുത്തലോ ആരോപണമോ ഉണ്ടാകുമ്പോൾ അതിന്റെ 4 വശവും ജനം ചർച്ച ചെയ്യും. സ്വാഭാവികമാണ്. ഇപ്പോഴും കള്ളക്കഥകളും കേസുകളും എന്നൊക്കെ പറഞ്ഞ് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് മാധുവിനോട് യോജിക്കുകയാണ്. മാധു പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണം. പക്ഷെ ആ ചർച്ച സാധാരണ ജനങ്ങളെ ഒന്ന് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. ഗോൾചന്ദ്, NIA, ദാവൂദ് ഇബ്രാഹിം, 50 ലക്ഷം കാവ്യയുടെ അമ്മ, 4 പോലീസുകാർ, തെലുങ്ക് സിനിമാ മൂന്നാമത്തെ തവണയാണ് മാധു എന്തിനാണ് അതിൽ അസഹിഷ്ണുത കാണിക്കുന്നത്? ഇതെല്ലാം കള്ളങ്ങളാണെന്നോ അല്ലെങ്കിൽ സത്യങ്ങളല്ലെന്നോ ഇന്ന് തെളിഞ്ഞല്ലോ. മാധുവിന് കുറ്റമുണ്ടെന്നല്ല. ഒന്നും തെളിഞ്ഞിട്ടില്ല. മെമ്മറി കാർഡിന്റെ ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയിൽ ഹർജി പോയത്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ടാണ് ഹർജി പോയത്. അത് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. അതിൽ എന്താണ് തെളിഞ്ഞത്? എന്താ തെളിഞ്ഞത്? മാധു ഒരു സെക്കൻഡ്. മാധുവിനോട് ഞാൻ പറഞ്ഞ പോയിന്റ് വേറെയാണ്. ഞാൻ കേസിന്റെ നാൾ വഴികളിലെ വ്യാജ വഴിയൊക്കെ ആവശ്യത്തിന് പറഞ്ഞിട്ടാണ് ശ്രീ രാഹുൽ ഈശ്വർ അങ്ങ് ജോയിൻ ചെയ്യുന്നതിനും ഈ ചർച്ച തുടങ്ങിയത്. നാൾ വഴിയൊക്കെ ആവശ്യത്തിന് പറഞ്ഞിട്ടാണ്. 5ാമത്തെ മാധുവിന്റെ ചർച്ച ആയതുകൊണ്ട് ഞാൻ ഒരു വരി പറഞ്ഞോട്ടെ. മാധുവിന്റെ ചർച്ച ആയതുകൊണ്ട് ഞാൻ ഫോണിൽ മറ്റൊരു ചാനലിലായതുകൊണ്ട് ഫോണിൽ കൃത്യമായി മാധു എന്താണ് പറയുന്നത് കൃത്യമായി കേട്ടു. എനിക്ക് അതിനൊന്നും തർക്കമില്ല. ഞാൻ പറഞ്ഞത് ഒരുപാട് ഇതേപോലെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ ഹർജിയിൽ ആരോപണമില്ല ശ്രീ രാഹുൽ ഈശ്വർ. ഇതിൽ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെന്നൊരു ഹർജി വരുന്നു. ആ ഹർജി പരിശോധിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. അപ്പോൾ പ്രതിഭാഗം പറയാണ് പറ്റില്ല. അദ്ദേഹത്തിന്റെ മാധു അശ്വത്ഥാമാവ് എന്ന ആന മരിച്ചു എന്ന് പറയരുത്. അതായത് മാധു എന്തിന്റെ ഹാഷ് വാല്യൂ ആണ് മാറിയത്? ഫയലിന്റെ ഹാഷ് വാല്യൂ മാറിയോ എന്ന് ഞാൻ പറഞ്ഞോ രാഹുലേ? ഇല്ല, അവിടെയാണ് സാധാരണ ജനങ്ങളെ അങ്ങനെ കേൾപ്പിക്കരുത്. ഹാഷ് വാല്യൂ എവിടെ പറഞ്ഞിട്ടാണ് കേൾക്കുന്നത്? എവിടെ പറഞ്ഞാലാണ് സാധാരണ ജനങ്ങൾ കേൾക്കുന്നത്? രാഹുലെ കണ്ണടച്ചിരിട്ടാക്കരുത്. ഹർജി ഹൈക്കോടതി അംഗീകരിച്ചോ? എനിക്ക് ചോദിക്കാനുള്ളത് ഇല്ല. പ്രതിഭാഗത്തിനെതിരെ ഉപഹർജിയിൽ ആരോപണമുണ്ടെന്നുള്ളത് ശരിയാണ്. ഹർജി ഹൈക്കോടതി ഈ പെൺകുട്ടിയുടെ മോഡസ്റ്റി, ആ പെൺകുട്ടിയുടെ അഭിമാനം, ആ പെൺകുട്ടിയുടെ അവകാശം, നീതിക്കുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു. അത് ഹൈക്കോടതി അംഗീകരിക്കുകയും അതിൽ അന്വേഷണം പറയുകയും ചെയ്തു. അതിൽ പ്രതിഭാഗത്തിനെതിരെ ആരോപണമില്ല. പക്ഷെ പ്രതിഭാഗം അതിനെ നിഷേധിച്ചു. അന്വേഷണം പാടില്ലെന്ന് പറഞ്ഞു. 7ാമത്തെ തവണ ശ്രീ രാഹുൽ ഈശ്വർ എന്തിനെതിർത്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങേക്ക് വെക്കുന്നു. അവിടെയാണ് ആ ചോദ്യം. കാരണം ഇതുപോലെ ഒരുപാട് വ്യാജ ആരോപണങ്ങൾ ഇതിന്റെ മുമ്പിൽ വന്ന് കേസ് ഡൈവേർട്ട് ചെയ്യാനും തെറ്റിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഇന്നലെ അല്ലല്ലോ എത്ര ആരോപണങ്ങളാണ് ഇതിനെ കുറിച്ച് വന്നത്. എത്രയോ ആരോപണങ്ങൾ ഇതിനു മുമ്പ് വന്നു. എത്രയോ കോടതികളിൽ പോയി. എത്രയോ പഠിപ്പിക്കേണ്ടി എന്റെ അഭിപ്രായം പറയാനും കൂടെ അവസരം. ഒരു വരി മാത്രമേ പറയൂ. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, മേക്കിംഗ് മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യത്തെ പിടിച്ചു തൂങ്ങി ഇനിയും കോടതിയുടെ വിശ്വാസ്യത മോശമാണെന്നും ചീത്തയാണെന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതിന് അത് വലിയ മൂർച്ചയുള്ള ഒരു ആയുധമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ കേസിന്റെ അഭിഭാഷക TB മിനി ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഈ കേസിനെ സംബന്ധിച്ചുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സംസാരിക്കുന്നതെല്ലാം
ചൂണ്ടിക്കാണിക്കുന്നതെല്ലാം നിയമവ്യവസ്ഥിതിക്കും കോടതിക്കും എതിരാണ് എന്ന വാദങ്ങളാണ് തുടരെ ഉണ്ടായതെന്ന്. ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത ശക്തിയാണെന്നാണല്ലോ സാധാരണ മനുഷ്യരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് ഓരോ ചോദ്യം ഉന്നയിക്കുമ്പോഴും ഈ മെമ്മറി കാർഡ് ദുരുപയോഗം ചെയ്യപ്പെട്ടവന് ആശങ്ക പങ്കുവെക്കുമ്പോഴും എല്ലാം കോടതിക്കെതിരെ എന്നാണ് കേൾക്കേണ്ടി വന്നത്. അന്ന് കൂടെ നിൽക്കാത്തവർക്ക് ഇന്ന് കൂടെ നിൽക്കേണ്ടുന്ന സാഹചര്യം വന്നത് വലിയ പോരാട്ടത്തിലൂടെയാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അഡ്വക്കേറ്റ്. അല്ല, അത് തീർച്ചയായിട്ടും ശരിയാണ്. ഈ കേസിനെ സംബന്ധിച്ചോളം ആദ്യം മുതൽക്കുണ്ടായിരുന്നൊരു വലിയ ഹാൻഡിക്യാപ്പ് എന്താ വെച്ചാൽ, ഒന്നാമത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ രീതിയിൽ ചർച്ച ചെയ്യുന്നതിന് ശരിയല്ല. കോടതിയിൽ ദൈനംദിന അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും ഈ ബലാത്സംഗ, മാനഭംഗ, പീഡന കേസുകളൊക്കെ കുറിച്ച് അതിൻ്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ടുള്ള വ്യവസ്ഥ നമ്മുടെ നിയമത്തിലുണ്ട്. പിന്നെ വിവാഹമോചന കേസുകളുടെ വാർത്തകൾ ഡേ ടു ഡേ ബേസിൽ കൊടുക്കാൻ പാടില്ല എന്നുണ്ട്. അതിനൊക്കെ പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട്. അത് ഇരകളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഇങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ കേസിലൊരു പ്രത്യേകത വെച്ചാൽ, ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ പാടില്ല, TV ചാനലുകൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഓർഡർ പ്രതികളുടെ താല്പര്യപ്രകാരം കൊടുത്തു എന്നുള്ളത്. പ്രതികളൊരു അപേക്ഷ കൊടുക്കും, ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ ടെലിവിഷൻ ചാനലിൽ ചർച്ച ചെയ്യാൻ പാടില്ല, ഇത് പത്രത്തിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഉത്തരവ് പാസാക്കും. അത് തന്നെ ഒരു തരംതിരിഞ്ഞ ഉത്തരവാണ്. ആ ഉത്തരവ് വന്നത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ഇതിൽ പല ചാനലുകാരും അനുഭവിച്ചതാണ്. പിന്നീട് പ്രതികളുടെ താല്പര്യപ്രകാരം പ്രധാനപ്പെട്ട TV ചാനലുകൾക്കെതിരായിട്ട്, പ്രധാനപ്പെട്ട പത്രങ്ങൾക്കെതിരായിട്ട് കേസെടുക്കുന്നു. കോടതി ലക്ഷ്യത്തിന് കേസെടുക്കുന്നു. കോടതി ഉത്തരവ് ലംഘിച്ചു, തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കുന്നു. അത് ഒരു ചരിത്രപരമായ ഒരു സംഭവമാണ്. സത്യത്തിൽ ഇത് ഈ ഇരയ്ക്ക്, അല്ലെങ്കിൽ നമ്മൾ അതിജീവിത എന്ന് വിളിക്കുന്ന വ്യക്തിക്ക് ഒരു പരിചയമായിട്ട് കൊടുത്ത അവകാശമാണ് ഈ വാർത്തകൾ പ്രസിദ്ധീകരിക്കരുന്നത്. അത് പ്രതികൾ ഒരു വാളായിട്ട് ഉപയോഗിക്കുന്നു. ആർക്കെതിരായിട്ട്? മാധ്യമങ്ങൾക്കെതിരായിട്ട്. ഇതും ഒരു കാര്യം. പിന്നെ ഇതിലെ ന്യായാധിപതിക്കെതിരായിട്ടുണ്ടായ ആക്ഷേപങ്ങൾ, അതിനൊക്കെ നമ്മൾ ഇപ്പം ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല. അതുപോലെ പ്രോസിക്യൂട്ടർമാർ നിരന്തരമായിട്ട് രാജിവെച്ച് പോകുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ കേരളത്തിൽ എത്ര കേസുകളുണ്ടായിട്ടുണ്ട്, എത്രത്തിൽ പ്രോസിക്യൂട്ടർ രാജിവെച്ച് പോയി? അപൂർവത്തിൽ അത്യപൂർവമായിട്ട് സംഭവിച്ചിട്ടുള്ളൂ. ഇനി ഒരു പ്രോസിക്യൂട്ടർ രാജിവെച്ച് പോയെങ്കിൽ വേറൊരു പ്രോസിക്യൂട്ടർ വരും, രണ്ടാമത്തെ പ്രോസിക്യൂട്ടർ രാജിവെച്ച് പോകുന്നു, മൂന്നാമത്തെ പ്രോസിക്യൂട്ടർ വരുന്നു, അയാൾ രാജിവെച്ച് പോകുന്നു, നാലാമത്തെ പ്രോസിക്യൂട്ടറാണ് ഇപ്പോൾ കേസ് നടത്തുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇത് ചെറിയ സംഭവമല്ലല്ലോ. ഇത് IG ഓഫ് പോലീസ് അടക്കം അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച കേസാണ്. നമ്മുടെ B സന്ധ്യ IPS എന്ന് പറഞ്ഞാൽ വളരെ സത്യസന്ധയായ ഒരു ഉദ്യോഗസ്ഥയാണ് മേൽനോട്ടം വഹിച്ചത്. അതുപോലെ തന്നെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരാണ് അതിൻ്റെ ഡേ ടു ഡേ ബേസിൽ അന്വേഷണം നടത്തിയത്. ഇങ്ങനെ ഒരു കേസ്, ഇത്രയും കൂളറൊക്കെ സൃഷ്ടിച്ച കേസിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? അത്യസാധാരണമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടാകുന്നത്. ഏത്? കോടതിയിൽ തൊണ്ടിയായിട്ട് ഹാജരാക്കിയ, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട സാധനം, അത് ഫയലായിക്കോട്ടെ, ഇനിയിപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ മെമ്മറി കാർഡായിക്കോട്ടെ, അതിൻ്റെ ഹാഷ് വാല്യൂ എങ്ങനെ മാറ്റം വന്നു? അത് ആ സമയത്ത് ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതെങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെട്ടു? എന്തൊരു അതിക്രമമാണ് ഇവിടെ നടക്കുന്നത്. പ്രതികൾ ചെയ്ത അക്രമം നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് അതിൻ്റെ താല്പര്യമുണ്ട്, അവർക്ക് അതുകൊണ്ട് ഗുണമുണ്ട്, അല്ലെങ്കിൽ അവരതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ അക്രമം ചെയ്തത്. ഇത് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ നാട്ടിൽ ജനങ്ങൾക്ക് നീതിന്യായ സംവിധാനത്തിലുള്ള വിശ്വാസം, അങ്ങനെ എന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് പോകില്ലേ? അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ഇവിടെ ദിലീപ് അല്ല പ്രശ്നം. ദിലീപ് ഈ സംഭവത്തിൽ അതിനൊരു സെക്കൻഡറി ഇമ്പോർട്ടൻസ് പോലും അദ്ദേഹത്തിന് ഇല്ല. ഇത് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് വെറും ആരോപണമല്ല എന്നിപ്പോൾ ഈ റിപ്പോർട്ട് കൊണ്ട് വ്യക്തമായി. ആരാണത് ഉത്തരവാദി എന്ന് കണ്ടുപിടിക്കണ്ടേ? അത് മജിസ്ട്രേറ്റാണോ ചെയ്തത്, അതോ ബെഞ്ച് ക്ലാർക്കാണോ ചെയ്തത്, തൊണ്ടി ക്ലാർക്കാണോ ചെയ്തത്, ശിരസ്ഥത ആരാണോ ചെയ്തത് നമുക്കറിയണ്ടേ? നമുക്ക് മാത്രം അറിഞ്ഞാൽ പോരാ, അതിജീവിതയ്ക്ക് ബോധ്യം വരട്ടെ. എന്തുകൊണ്ട് ഇത് പുറത്തുപോയി? എന്തുകൊണ്ട് ആ സമയത്ത് രാത്രി 10 മണിക്ക് ശേഷം ഇത് പരിശോധിച്ചു? ആർക്കായിരുന്നു ഇത് കാണാൻ ഇത്ര ജിജ്ഞാസ? എന്തായിരുന്നു അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം? അത് വ്യക്തമാവണ്ടേ? ആ ബന്ധപ്പെട്ട ആളുകളുടെ പേരിൽ നടപടി എടുക്കണ്ടേ? ചീഫ് ജസ്റ്റിസ് എല്ലാ ദിവസവും റൈറ്റ് ടു പ്രൈവസി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ ജഡ്ജ്മെൻറ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊക്കെ അദ്ദേഹത്തോട് വലിയ ബഹുമാനവും ഉണ്ട്. പക്ഷേ ഇത് ഏറ്റവും കുറച്ച് കോടതിയുടെ കാര്യത്തിലെങ്കിലും ബോധ്യം വരട്ടെ. കോടതി നടപടികൾ ഇപ്പോൾ സമീപകാലത്ത് വന്ന ഒരു വിധി, ഈ ഇരകളുടെ അവകാശം പോലെ പ്രതികളുടെ അവകാശമുണ്ട്. ബലാത്സംഗ കേസിൽ പ്രതിയെ ശിക്ഷിക്കുമ്പോൾ ഒരു പ്രതിയെ ശിക്ഷിച്ചു എന്ന് എഴുതാൻ പാടുള്ളൂ, ആളുടെ പേര് കൊടുക്കാൻ പാടില്ലെന്ന് പറയും. ഈ സമയത്ത് വിധി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇന്നടത്ത് ഇന്നയാളെ അറസ്റ്റ് ചെയ്യുമെന്ന് എഴുതാൻ പാടില്ല. അത് ഒരാളെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ 65 വയസ്സുള്ള ഒരു മനുഷ്യരെ അറസ്റ്റ് ചെയ്തു, എന്താ കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്ത് വിധി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പ്രൈവസിയെക്കുറിച്ച് ആലോചിക്കുന്നത് നമ്മുടെ നീതിപീഠം. ഇതുപോലെ കോളറൊക്കെ സൃഷ്ടിച്ച ഒരു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയ്ക്ക് അല്ലെങ്കിൽ ഒരു തൊണ്ടിക്ക്
ഇങ്ങനെ ഒരു ദുസ്ഥിതി ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് പൊതുസമൂഹം ചർച്ച ചെയ്യണ്ടേ? ഇത് വേറെ ആര് ചർച്ച ചെയ്യും? ഞാൻ പറഞ്ഞു, ഇതിൽ ഉൾപ്പെട്ട ആളുകൾ ഒരു സിനിമാ നടിയാണ്, അല്ലെങ്കിൽ സിനിമാ നടന്മാരാണ്, അവരുടെ വാടക കുട്ടികൾ, അതൊക്കെ മാറ്റി നിർത്തുക. ഒരു മനുഷ്യ വ്യക്തി ആണ് ആര് തന്നെയായാലും ആ കാര്യങ്ങൾ പുറത്തു പോകാൻ പാടില്ലല്ലോ. ഇപ്പോൾ കോടതിയിൽ കൊടുക്കുന്ന മൊഴി അച്ചടിച്ച് നാളെ പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അതെന്തുകൊണ്ടാണ്? നിയമത്തിൽ വിലക്കുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസ് ഇതുപോലെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിവിടെ പ്രിവിലേജഡ് അല്ലാത്ത പെൺകുട്ടികളുണ്ടല്ലോ. 7:45 മണിക്ക് ചർച്ച ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു സാധാരണ കുട്ടിയാണെന്ന് വിചാരിക്കാം, എന്തായിരിക്കും അതിന്റെ സ്ഥിതി? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരെങ്കിലും ചർച്ച ചെയ്യുമോ? മാതൃഭൂമി ന്യൂസ് ചർച്ച ചെയ്യുമോ? മനോരമ ചർച്ച ചെയ്യുമോ? ഏഷ്യ ആരും ചർച്ച ചെയ്യില്ല. ഇത് സിനിമാ നടി ആയതുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രാധാന്യം കൈവന്നത്. സാധാരണക്കാരന്റെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. അറിയപ്പെടാതെ പോകുന്ന നീതി നിഷേധങ്ങളുടെ കഥ എത്രയാണ് എന്നുള്ളതാണ് അമ്പരപ്പിക്കുന്നത്. എനിക്ക് അഡ്വക്കേറ്റ് ആശയിലേക്ക് ചോദിക്കാനുള്ളതും അത് തന്നെയാണ്. അഡ്വക്കേറ്റ് ആശ, എത്ര അനുഭവിച്ചാൽ തീരും പീഡനം എന്നതൊരു ചോദ്യമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു, അതിജീവിതയല്ലേ ഇര തന്നെയാണ്. അതിജീവിക്കാൻ കഴിയുന്ന സാഹചര്യം സമൂഹത്തിലുണ്ടെങ്കിലല്ലേ സമൂഹത്തിൽ അതിജീവിതമാരുണ്ടാവുകയുള്ളൂ. നമുക്കറിയാം, നമ്മളെല്ലാവരും കണ്ണു തുറന്നു വെക്കുന്ന ഒരു സംഭവത്തിലാണ് നടക്കുന്നത്. അതിന് തൊട്ട് മുൻപ് നമ്മുടെ മുന്നിൽ മറ്റൊരു ഉദാഹരണമുണ്ട്. ഒരു ഗവൺമെന്റ് ലീഡറുടെ അനുഭവം. അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു മാതൃക, എനിക്കും കൂടി ആയാൽ എന്ത് എന്നുള്ളതാണ് ദുഷിച്ച മനസ്ഥിതി. അതിനോട് കൂടിയാണ് പോരാടേണ്ടി വരുന്നത്. സമൂഹം അല്ലെങ്കിൽ കോടതി ഒരു പെൺകുട്ടിയുടെ സുരക്ഷയ്ക്ക് സുരക്ഷയ്ക്ക് ഉറപ്പാക്കി നൽകിയിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് പീഡനം ഏൽക്കേണ്ടി വരുന്നത്. മുഫ്യ പർവീനെ നമ്മൾ മറന്നിട്ടുണ്ടാകില്ല. എല്ലാ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന നിയമ പോരാട്ടത്തിന് ഇറങ്ങിയ പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വരികയാണ് ഒരൊറ്റ മനുഷ്യന്റെ ദുഷിച്ച നാക്കിന്റെ പേരിൽ. അങ്ങനെ കോടതിയെ, നിയമ സംവിധാനത്തെ, പോലീസിനെയൊക്കെ ആശ്രയിക്കുന്ന സ്ത്രീകൾക്ക് അതിജീവിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ സമൂഹം എന്നുകൂടി മനസ്സിലാക്കണോ? ഞാൻ മധു ചോദ്യത്തിന് മുൻപ് തന്നെ രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ക്യാമറയുടെ മുന്നിലേക്ക് എത്താൻ വൈകിപ്പോയി എന്നേ ഉള്ളൂ. ഇവിടെ രാഹുൽ ഈശ്വർ പൊതുജനങ്ങൾ അറിയണമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അത് എനിക്കും പൊതുജനങ്ങൾ അറിയാനുള്ളൊരു കാര്യം പറയാനുണ്ട്. അതായത് ഹാഷ് വാല്യൂ മാറിയിട്ടില്ല, അതുകൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന കാര്യം. നോക്കൂ, ഒരു കോടതിയിൽ എത്തിയിട്ട് നേരത്തെ ജയശങ്കർ സാർ കൃത്യമായി പറഞ്ഞു. എന്നിരുന്നാലും ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്, കണ്ടന്റിൻ്റെ മാറിയിട്ടില്ല. പക്ഷേ മൊത്തമായിട്ടുള്ള ആ ഫയലിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. കണ്ടന്റ് വേറെയാണ്, ഫയലിൻ്റെ വേറെയാണ്. പിന്നെ ഒരു ഫോണിലിട്ടിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിവൈസിലിട്ടിട്ടോ ഇത് ഒരു തവണ തുറക്കുമ്പോൾ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഒന്നുകിൽ നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു ഫോൺ കൊണ്ട് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാനും പറ്റും. ഇങ്ങനെ പല രീതിയിലും പല സ്ഥലങ്ങളിലും ഇത് ചെയ്യപ്പെടുകയും പലരുടെ കയ്യിലും എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന അതിജീവിതയുടെ പ്രൈവസിയെ ബാധിക്കുന്ന സംഗതി. ഈ പ്രൈവസി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എൻ്റെ പ്രൈവസി നഷ്ടപ്പെട്ട ഒരുപക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്യും. കാരണം എനിക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ്. എൻ്റെ റൈറ്റ് ടു ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് എൻ്റെ റൈറ്റ് ടു പ്രൈവസി എന്നുള്ളത്. ഈ അതിജീവിത ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ അതിജീവിത തന്നെയാണ്. ഓരോ സമയത്തും കോടതിയിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത് പറയുമ്പോൾ, ഇത് അന്വേഷണം നടത്തുമ്പോൾ, ഈ റിപ്പോർട്ട് വരുമ്പോൾ ഇപ്പോഴും ഇതിനെ ന്യായീകരിക്കാനും ഇതിൻ്റെ ഒപ്പം കൂടെ നിൽക്കാനും സാധിക്കുന്നു എന്നുള്ളത് വളരെ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യന് സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നും കൂടി ഞാൻ പറയുകയാണ്. അത് ഒന്നാമത്തെ ഒരു ഭാഗത്ത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എൻ്റെ പ്രൈവസി നഷ്ടപ്പെട്ടു, ട്രാജിക് ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാകുന്നു, ഷോക്കിംഗ് ആണ്. എന്നാലും ചില ജഡ്ജിമാർ ഉണ്ടാവും, ബാക്കി അവരെ ഞാൻ വിശ്വസിക്കുന്നു, നീതി കിട്ടുന്നത് വരെ പോരാടും എന്നാണ് ഇന്ന് അതിജീവിത പറഞ്ഞത്. നോക്കൂ, അതോടൊപ്പം പറയാനുള്ളത്, ഈ ജുഡീഷ്യറിയിലെ 1-2 ജഡ്ജസ് മാത്രം നന്നായതുകൊണ്ട് കാര്യമില്ല. ഇത്തരം റോട്ടൻ ആയിട്ടുള്ള ജഡ്ജസോ ജസ്റ്റിസുമാരോ മജിസ്ട്രേറ്റുമാരോ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പുഴുക്കുത്ത് ഉണ്ടായാൽ തന്നെ അത് എൻറ്റയർ സിസ്റ്റത്തെ തന്നെ ബാധിക്കുന്ന സംഗതിയാണ്. കാരണം എനിക്കറിയില്ലല്ലോ, ഒരു ജഡ്ജിൻ്റെ ബെഞ്ചിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഓഫീസിലെ ഈ ബെഞ്ച് ക്ലർക്കാണ് ഇത് കൊണ്ടുപോയി കള്ളത്തരം കാണിക്കാൻ പോണത്, അല്ലെങ്കിൽ മറ്റൊരു ചെസ്റ്റ് സൂക്ഷിക്കുന്ന ആളാണ്, എനിക്കറിയാൻ പറ്റില്ല ഇതൊക്കെയാണ്. പക്ഷേ ഈ സിസ്റ്റം ഇങ്ങനെ റോട്ടൻ ആവാൻ പാടില്ല. ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇത്രയും ഹീനമായ ചിന്താഗതിയുള്ള ആളുകൾ ഉണ്ടാവാൻ പാടില്ല. ഇനി നാളെ ഒരു ക്ലർക്കിനെ എടുത്ത് ശിക്ഷിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം കൃത്യമായ ഒരു മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻഷിപ്പ് പോലെയാണ് വൈഗേരിയസ് ലൈബിലിറ്റി
വളരെ ക്ലിയർ ആയിട്ടുണ്ട്. എൻ്റെ ഉത്തരവാദിത്വത്തിൽ, എൻ്റെ കോടതിയിൽ, എൻ്റെ ചെസ്റ്റിലിരിക്കുന്ന കാര്യങ്ങൾ അത് നഷ്ടപ്പെട്ടു പോയാൽ കേവലം ഒമിഷനോ അല്ലെങ്കിൽ നെഗ്ലിജൻസോ എന്നല്ല, എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ്, വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്, എന്നിട്ട് എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നു എന്നുള്ളതാണ്. ആരൊക്കെ കാണുന്നു നമുക്കറിയില്ല. ഒരുമിച്ചിരുന്ന് എത്ര പേർക്ക് കാണാൻ സാധിക്കും? എത്ര പേർക്ക് ഫോണുകൾ ഓൺ ചെയ്ത് അത് കോപ്പി ചെയ്യാൻ സാധിക്കും? അപ്പൊ ഹാഷ് വാല്യൂ മാറോ, കണ്ടന്റിന്റെ ഹാഷ് വാല്യൂ മാറോ, മൊത്തം ഫയലിന്റെ ഹാഷ് വാല്യൂ മാറോ, ഒന്നല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എൻ്റെ പ്രൈവസി ഈസ് അറ്റ് സ്റ്റേക്ക്. എനിക്ക് ഇനിയും ഈ ജുഡീഷ്യറിയിൽ വിശ്വാസമില്ല. എൻ്റെ പ്രൈവസി സ്റ്റേക്കിലാണ് ഇവിടെ ഇപ്പോഴും ഇരിക്കുന്നത്. ഈ ജുഡീഷ്യറിയുടെ കയ്യിൽ തന്നെയാണ് എൻ്റെ ജീവിതം ഇരിക്കുന്നത്. അതിൻ്റെ നീതി, എൻ്റെ നേരെ ചെയ്ത അതിക്രമത്തിൻ്റെ ഉള്ള നീതി നിഷേധം, ഒരാൾ കൾപ്രിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ കൾപ്രിറ്റുകളുണ്ട്, അവർ തെറ്റാണോ, അവർ ചെയ്തതിൽ എത്രത്തോളം എവിഡൻസ് കോടതി കൊണ്ടുവരാൻ സാധിക്കുമോ, അവരെ സംശയത്തിന് അതീതമായി തെളിയിച്ചുകൊണ്ട് അവരെ കുറ്റവാളികളാക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നെക്സ്റ്റ്. പിന്നെ ഇതിൻ്റെ എവിഡൻഷ്യറി വാല്യൂം അടുത്തത്. പിന്നെ നമ്മൾ മിറർ ഇമേജ് എടുത്തു വെച്ചിട്ടുണ്ട്, മറ്റു പല കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ കോടതികളിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്ന സമയത്ത് ആ കോടതികൾക്ക് അത് സൂക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ ഈ ഭ്രാന്ത് പിടിക്കുന്ന മനുഷ്യരെ ചങ്ങലക്കിടുമ്പോൾ, ഈ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന പോലെ ഈ കോടതികൾ ഇത്രമേൽ മോശമായാണ് കോടതിയിലെ പ്രവർത്തനമെങ്കിൽ, കറപ്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്, കത്തിമാറ്റിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കൊത്താൻ ഉപയോഗിച്ച കത്തിമാറ്റി വെച്ച കേസുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. പലതും ചാരായി മാറുന്നതും വെള്ളമാവുന്നതും മണ്ണെണ്ണയാവുന്നതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇത്രയധികം ജനശ്രദ്ധയുള്ള, ഇത്രമേൽ കീഴായിട്ട് അതിജീവിത പോലും നോക്കിയിരിക്കുന്ന, എല്ലാ മനുഷ്യരും ഇതിൽ ശ്രദ്ധിക്കുന്ന, എത്രയും പെട്ടെന്ന് നീതി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് സംവിധാനം പോലും ഈ സ്ത്രീയുടെ ഒപ്പം നിൽക്കുന്ന, നമ്മൾ അവരെ തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും പൊതു സ്ട്രീമിലേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്ന അത്രമേൽ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു മകൾ, നമ്മുടെ ഒരു അതിജീവിത, നമ്മുടെ സഹോദരി, അവരുടെ നേരെ അത് ചെയ്തിരിക്കുന്നത്. പിന്നെയും ജുഡീഷ്യറിയും കൂടി ചേർന്ന് നിന്നിട്ടാണ് ഇപ്പൊ അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ പോലെ ആൾക്കാർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. സംശയം പോലും ജുഡീഷ്യറിക്ക് കൊടുക്കാനും പറ്റില്ല. ഓക്കെ, ശ്രീ രാഹുൽ ഈശ്വർ, മുൻപ് പല ആരോപണങ്ങളുണ്ടായപ്പോൾ അങ്ങ് നേരത്തെ അത്തരത്തിലുള്ള ആരോപണങ്ങളെ കള്ളക്കഥകൾ എന്ന് പറഞ്ഞു. എന്നിരുന്നാൽ പോലും പ്രതിഭാഗം ഈ ദൃശ്യങ്ങൾ കാണുകയും അതിന്റെ സീൻ ബൈ സീൻ പ്രിപ്പയർ ചെയ്യുകയും വിസ്താരത്തിന് ഒരുങ്ങുകയും ചെയ്തു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ മെമ്മറി കാർഡ് ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാകുന്നത്. അങ്ങനെ ലീക്ക് ചെയ്ത് കൊടുക്കാൻ ഈ പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തെ സമ്മർദ്ദത്തിൽ ചെലുത്തി ഇത് ആത്യന്തികമായി പ്രതിഭാഗമാണല്ലോ ഇതിന്റെ ഗുണഭോക്താക്കളായി വരുന്നത്. ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിന്റെ തെളിവുകൾക്ക് സാധുതയില്ലാതെ വരുമ്പോഴൊക്കെ പ്രതിഭാഗമാണല്ലോ അതിന്റെ ഗുണഭോക്താക്കളായി വരുന്നത്. അവിടെ നിന്നാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ചോദ്യം നിയമത്തിന്റെ ഇഴകീറി വളരെ സുതാര്യമായ അതിന് പരിഹാരം ഉണ്ടാകേണ്ടത് പ്രതിഭാഗത്തിന്റെ കൂടി ആവശ്യമല്ലേ? അതിനെയാണ് എതിർക്കുന്നത്. അല്ല, ഏതെങ്കിലും പ്രോസസ്സിൽ പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ആകാം. പക്ഷെ ഇവിടത്തെ പ്രശ്നം എന്താണ്? യഥാർത്ഥത്തിൽ ഇത് കണ്ടാലും കണ്ടില്ലെങ്കിൽ ദിലീപിന് എന്താണ്, ശ്രീ ദിലീപിന് എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടില്ലേ? സാധാരണക്കാരും ഒന്ന് ആലോചിക്കൂ. ഇത് ഒരാൾ കണ്ടു അല്ലെങ്കിൽ ഒരാൾ കണ്ടില്ല, ശ്രീ ദിലീപിന് ഈ കേസുമായിട്ട് എന്ത് ബന്ധമാണ്? അത് കണ്ടാലും ഇല്ലെങ്കിലും ശ്രീ ദിലീപിനെ ബാധിക്കുന്നത് എട്ടാം പ്രതി ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ആരോപിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ കേസിൽ നിയമവ്യവസ്ഥ പ്രതി ചേർക്കപ്പെട്ട ഒരാൾക്ക് ഒരു കേസുമായി ഒരു ബന്ധവുമില്ല എന്നങ്ങ് പറയുന്നത് ഏത് അത് വ്യാജാരോപണമാണെന്നും കള്ളക്കേസാണെന്നും ഉള്ളതല്ലേ ഞങ്ങൾ വാദിക്കുന്നത്. ശ്രീ ദിലീപിന് അതുമായി ബന്ധമില്ലെന്നും ശ്രീ ദിലീപിനെ പിന്നീട് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണെന്നും അത് ശരിയാണെങ്കിൽ നിയമത്തിന്റെ സംവിധാനത്തിലൂടെ അദ്ദേഹം പുറത്തു വരികയും ചെയ്യേണ്ടതാണ്. അത് ശരിയാണെങ്കിൽ. പക്ഷേ എങ്ങനെയാണ്? അങ്ങ് അഭിഭാഷകനല്ലേ? എനിക്ക് ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ട്. ശ്രീ ദിലീപ് ഇനി പറഞ്ഞോട്ടെ, ശ്രീ ദിലീപ് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സാധാരണക്കാർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, കണ്ടിന്യൂസ് ആയി കോടതിയെ അണ്ടർമൈൻ ചെയ്യാനും പ്രൊപ്പഗാൻഡയിലൂടെ മാധ്യമ സ്വാധീനം ഉപയോഗിച്ച്, അല്ലെങ്കിൽ പലപ്പോഴും സ്റ്റേറ്റ് പോലും ഒരു അതിജീവിതക്കെതിരെ നിൽക്കില്ല, അല്ലെങ്കിൽ നിൽക്കാൻ പാടില്ല, സംശയമൊന്നുമില്ല. പക്ഷേ അതിജീവിതയ്ക്ക് അനുകൂലമായി നിൽക്കുന്നു എന്ന മാധ്യമ സമ്മർദ്ദം, ഒരു ഭാഗത്ത് പോലീസിൽ ബൈജു പൈലോസിനെ പോലുള്ള സമ്മർദ്ദം, മറുഭാഗത്ത് കോടതിയിൽ സമ്മർദ്ദം ചെലുത്തി തങ്ങളുടെ നിലപാടുകൾ വിജയിച്ചു എടുക്കാനുള്ള വളഞ്ഞ വഴി നടക്കുകയാണ്. യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾക്കത് ചെയ്യാം. പക്ഷേ ഇനി ഇപ്പൊ മാതൃഭൂമി ചർച്ച തന്നെ നോക്കൂ. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്ന ദിലീപിന്റെ ഫോട്ടോ ആണ് അവിടെ ഇട്ടിരിക്കുന്നത്. അതായത് അതിജീവിതയുടെ വളരെ വിഷമത്തോടുകൂടി എഴുതിയ കാര്യത്തിന്റെ മേളിൽ ദിലീപിന്റെ ഫോട്ടോ ഇട്ട് ട്രാജിക് ആൻഡ് ഷോക്കിംഗ്, ന്യായം കിട്ടുമോ എന്ന് പറഞ്ഞ് ദിലീപിന്റെ ഫോട്ടോ ഇടുന്നതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ എങ്ങനെങ്കിലും ദിലീപിനെ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഓർബിറ്റ് ചെയ്യിച്ചുകൊണ്ടേ ഇരിക്കുക. ശ്രീ ദിലീപ് കുറ്റക്കാരനാണെന്നുള്ള ഇംപ്രഷൻ കണ്ടിന്യൂസ്ലി കൊടുക്കുക. അതോടൊപ്പം ഏറ്റവും പ്രധാനം, ദിലീപിന്റെ സ്വാധീനവും പണവും
പണവും കാരണം ദിലീപ് എങ്ങനെങ്കിലും ഊരിപ്പോയി എന്ന തെറ്റിദ്ധാരണ വരുത്താൻ നോക്കുക. ഓർക്കുക, കാശും സ്വാധീനം ഉള്ളതുകൊണ്ട് രക്ഷപ്പെടുന്ന ഒരു വ്യക്തി അല്ല ദിലീപ്. കാശും സ്വാധീനം ഉണ്ടായിട്ട് പോലും ചില പോലീസുകാരുടെ കള്ളത്തരത്തിലുള്ള കള്ളക്കളികൾ മൂലം പെട്ടുപോയ വ്യക്തിയാണ്. അത് രാഹുൽ ഈശ്വർ അല്ല പറഞ്ഞത്. പോലീസിന്റെ DGP പറഞ്ഞോട്ടെ, പോലീസിന്റെ DGP ആയിരുന്ന ശ്രീലേഖ, അത് മധുവിനെക്കാട്ടി ഉച്ചത്തിൽ സംസാരിക്കാൻ പറ്റും. അതല്ല, ഒരു വരി പറഞ്ഞു തീർത്തോട്ടെ. പോലീസിന്റെ DGP ആയ ശ്രീലേഖ പോലീസുകാർ കള്ളത്തെളിവുണ്ടാക്കി, പോലീസുകാർ കള്ള ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി എന്ന് വരെ പറഞ്ഞു. മധു, ഒരു വരി പറയാൻ അവസരം തരൂ. കേരള പോലീസിലെ DGP ആയിരുന്ന ശ്രീലേഖ എന്ന് പറയുന്ന വനിതാ ഉദ്യോഗസ്ഥ പോലീസുകാർ കള്ളത്തെളിവുണ്ടാക്കി, പോലീസുകാർ കള്ള ഫോട്ടോഷോപ്പ് ചെയ്തു എന്ന് വരെ അവർ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. ഫോട്ടോഷോപ്പിന്റെ വാദം എടുക്കുന്നുണ്ടല്ലോ. അന്ന് ഏറ്റവും വലിയ അധികാര സ്ഥാനത്തിരുന്ന ഒരാൾക്ക്, ഒരു ഉദ്യോഗസ്ഥയ്ക്ക് സ്വന്തം കൺമുന്നിൽ വെച്ച ഈ തെളിവുണ്ടാക്കലും ഫോട്ടോഷോപ്പും കണ്ടിട്ട് മിണ്ടാൻ പറ്റാത്ത എന്ത് അവസ്ഥയാണ് കേരളത്തിൽ? വെച്ചല്ലോ, അവരുടെ കേസല്ലോ, ഇതിന് ശേഷമല്ലേ അറിയുന്നത്. അല്ല, നമ്മളൊക്കെ ായിട്ടാണോ എന്തെങ്കിലും കേൾക്കുമ്പോ പറയുകയും മിണ്ടുകയും ഉണ്ടായിട്ട് അധികാരം കയ്യിലിരുന്നപ്പോൾ മിണ്ടാതിരുന്നവർ അതിന് വകവെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മൂല്യച്യുതിയാണ്. മാധു അല്ല, മാധു ആയിക്കോട്ടെ, ഈ സംഭവം നടന്നു കഴിഞ്ഞല്ലേ അവർ അറിയുന്നുള്ളൂ. പോട്ടെ, മാധുവിന്റെ ടീമിലുള്ള ഫോട്ടോഷോപ്പറിനോട് ചോദിച്ചാൽ മതി ദിലീപും എത്രമാത്രം ഫേക്ക് ആണെന്ന്. അതുകൊണ്ട് പോലീസുകാർ കാണിച്ച കള്ളത്തരങ്ങൾ മറച്ചു വെക്കാനും ഇതിന്റെ പിന്നിൽ വൃത്തികെട്ട, അതായത് നിലവാരം കുറഞ്ഞ ഫോട്ടോഷോപ്പ് വരെയാണ് ഉപയോഗിച്ചത്. ഏതെങ്കിലും നോൺ പെയ്ഡ് വേർഷൻ ഉപയോഗിച്ചായിരിക്കും ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരെ ചില പോലീസുകാർ, എല്ലാ പോലീസുകാരും അല്ല, കേരള പോലീസിനെ കുറിച്ച് ഏറ്റവും അഭിമാനമുള്ള വ്യക്തിയാണ്, ചില പോലീസുകാർ ചെയ്തതാണ്. നേരത്തെ നമ്മുടെ പോലീസിനും ചില പുഴുക്കുത്തുകളുണ്ട്. അവരുടേതായ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തിയെടുക്കാൻ പല കാര്യങ്ങളും എന്ന് പറയുന്ന കേസ് ഉണ്ടല്ലോ, അങ്ങ് തുടക്കം മുതൽ പറയുന്ന കേസ്, അതിവിടെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ അവർ പറയുന്ന പല കാര്യങ്ങൾ, കോടതി മാറിപ്പോയതടക്കമുള്ള കാര്യങ്ങൾ, ബോംബിട്ട് തളർത്തുകയാണെന്ന് പറയുന്ന അടക്കമുള്ള കാര്യങ്ങളുടെ നിലനിൽക്കാത്ത വശങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ നല്ലതാണ്, അതിനെ അഭിനന്ദിക്കുന്നു. പറഞ്ഞതല്ല ശ്രീ രാഹുൽ ഈശ്വർ. അതുകൊണ്ട് ചോദിക്കാതിരിക്കുക എന്ന് പറയുന്ന യാതൊരു സംശയമില്ല. എനിക്ക് ഒരു കാര്യത്തിൽ കൂടെ സന്തോഷമുണ്ട്. മാഡം കാവ്യോ എന്തായാലും മാധു ചർച്ച ചെയ്തില്ല, ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളടക്കം കാവ്യമാധവനെയും കാവ്യമാധവന്റെ അമ്മയെയും 4 പോലീസുകാരെ ഈ ടെലിവിഷൻ ചാനലുകൾ കൊടുക്കുന്ന തലക്കെട്ടിനെയൊക്കെ വിമർശിക്കാൻ കേരളത്തിലെ ഏത് സാധാരണക്കാരനും അവകാശമുണ്ട്. അതിനെ അങ്ങനെ തന്നെ അംഗീകരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയും മാധ്യമ സ്ഥാപനവുമാണിത്. വിമർശിക്കുമ്പോഴേ തെറ്റ് തിരുത്തപ്പെടുകയുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഒരു ഹർജി അംഗീകരിക്കരുത് എന്ന് കോടതിയിൽ പോയി പറയേണ്ട കാര്യമില്ല. ഈ പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. അതുകൊണ്ട് നിലപാടെടുത്തൊന്നും കഴിയില്ല ശ്രീ രാഹുൽ ഈശ്വർ. അല്ല, ഒറ്റ വരിയിൽ നിർത്തിക്കോളാം. അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്ന കാര്യത്തിൽ ആർക്കും ഇവിടെ സംശയമില്ല. പക്ഷെ അതിജീവിതയ്ക്ക് നീതി കിട്ടുമ്പോൾ അത് ശ്രീ ദിലീപിനെതിരെ കള്ളക്കേസ് എടുത്തുകൊണ്ടായിരിക്കരുത്. സമൂഹത്തിൽ നിലയും വിലയും ഉള്ളവനെ കല്ലെറിയാനുള്ള പ്രവണത ദിലീപിന്റെ എന്തായാലും ഈ കേസ് കോടതിയിൽ വരുന്നുണ്ടല്ലോ. കള്ളക്കേസ് എടുത്തിട്ടില്ല. അന്വേഷണ സംഘത്തിന് ഭീഷണി തോന്നിയിട്ടുണ്ട് എങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ കോടതിക്ക് മുന്നിൽ പോകുകയും അത് സാധു 4 പേരെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം. മെമ്മറി കാർഡ് എന്തിനു മാറി? മെമ്മറി കാർഡ് ആര് മാറ്റി? എന്തിനു മാറ്റി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മെമ്മറി കാർഡ് അല്ല, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ. മെമ്മറി കാർഡിന്റെ അതിനെയും എതിർത്തത് എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം ശ്രീ രാഹുൽ ഈശ്വർ. കാര്യമുണ്ട്, ടാമ്പറിംഗ് നടന്നിട്ടില്ല എന്ന കാര്യത്തിൽ ആർക്കും തർക്കം കാണും. അല്ല, തർക്കമില്ല എന്ന് പറയുന്നത് നിങ്ങൾക്കാണ്. ഈ പറയുന്ന ടാമ്പറിംഗ് അല്ല, ഇല്ല എന്ന് എനിക്ക് അഭിപ്രായമില്ലെന്നേ. ഉണ്ടെന്ന് മാത്രമല്ല ഇല്ല എന്നും എനിക്ക് അഭിപ്രായമില്ല. ഉണ്ടെന്ന് മാത്രമല്ല ഇല്ല എന്നും എനിക്ക് അഭിപ്രായമില്ല. ഇല്ല എന്നും എനിക്ക് അഭിപ്രായമില്ല. നേരത്തെ അഡ്വക്കേറ്റ് ആശ പറഞ്ഞു, ഈ ഫയൽ ഓപ്പൺ ചെയ്തത് പ്ലേ ചെയ്യുന്ന സമയത്ത് അവനവന്റെ കയ്യിലിരിക്കുന്ന ഫോൺ വെച്ച് വേണമെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാം. അങ്ങനെ നടന്നിട്ടില്ല എന്താ ഉറപ്പ്? അത് ഗൂഢാലോചന സിദ്ധാന്തം എന്ന് പറയും, കോൺസ്പിറസി തിയറി. അങ്ങനെ എന്തൊക്കെ കോൺസ്പിറസി തിയറി ചെയ്യാമെന്നേ. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കും അഡ്വക്കേറ്റ് ആശയ്ക്കും അഡ്വക്കേറ്റ് ജയശങ്കറിനും രാഹുൽ ഈശ്വറിനും ഉറപ്പ് പറയണമെങ്കിൽ ഇത് ഒരു പ്രശ്നങ്ങൾക്കും ഒരു സംശയത്തിനും വഴിപ്പെടാതെ ഇരിക്കണം. ഇരുന്നിടത്ത് കോടതിയിൽ ക്ലർക്കിന്റെ സുരക്ഷിതത്വത്തിൽ ഇരിക്കണം. ഇരുന്നിട്ടില്ല. അവിടെ ഏത് ഗൂഢാലോചനയും എന്ത് ആരോപണവും ഉന്നയിക്കാൻ ഇരുന്നിട്ടില്ലെങ്കിൽ 10:58 പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരന് പറ്റും. അതിന് ചോദ്യം ചെയ്യാൻ പിന്നെ കഴിയില്ല എന്നുള്ളത് മാത്രമേ പറഞ്ഞു വെക്കാൻ കഴിയുള്ളൂ. എന്നോടൊപ്പം ശ്രീമതി ഉമാ തോമസ് ഉണ്ട്. ഇന്ന് വലിയ തോതിൽ ഈ കാര്യം
കാര്യത്തിൽ ഒരു പ്രതികരണം ശ്രീമതി ഉമാ തോമസ് നടത്തുകയും ചെയ്തു. ശ്രീമതി ഉമാ തോമസ്, നീതിരാഹിത്യം എന്ന് പറയുന്നത് എത്ര വലിയ കടമ്പയാണ്. മുന്നോട്ട് പോകാൻ, നേരത്തെ പറഞ്ഞതുപോലെ മുന്നോട്ട് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിച്ച് പോകുന്നവർക്ക് നെറുകം തലയിൽ കൂടം കൊണ്ട് അടി കിട്ടുന്നത് പോലെയാണ് അത് സംരക്ഷിക്കേണ്ടവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം അനീതി ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇത് 17 ഫെബ്രുവരി 2017 നടന്ന സംഭവമാണ്. അതിജീവിത തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ പ്രൈവസി എന്നത് പൗരന്റെ മൗലിക അവകാശമാണെന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് ഒരു ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ ഇതിനെക്കുറിച്ച് എഴുതിയത്. തീർച്ചയായിട്ടും കോടതിയിൽ മജിസ്ട്രേറ്റിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് 3 പ്രാവശ്യം അതിന്റെ ഹാഷ് വാല്യൂ മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ഒരു നിഗൂഢത അതിൽ കാണുന്നുണ്ട്. നമ്മൾ ജുഡീഷ്യറിയിൽ സത്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തരം രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ കാണുമ്പോൾ നമ്മൾക്കിത് ചോദ്യം ചെയ്യാതിരിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ട് അന്ന് പി.ടി. തോമസ് ഈ വിവരം പുറത്തു പറഞ്ഞപ്പോൾ തന്നെ അന്ന് പറയുകയുണ്ടായി, ഒരുപക്ഷെ പി.ടി. ഇതിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും ഇത് പുറത്തു വരില്ല, ഇങ്ങനെ ഒരു വിവരം തന്നെ പുറത്തു വരില്ലായിരുന്നു എന്ന് പലരും പറയുകയുണ്ടായി. അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ ജുഡീഷ്യറിയിൽ പോലും നമ്മൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പലരും അത് അസമയത്ത് പോലും അത് ഉപയോഗിച്ച് അത് തുറന്നു നോക്കിയിരിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞത്. ഇങ്ങനെ ഒരു ജുഡീഷ്യറി റിപ്പോർട്ട് വന്നപ്പോൾ അതില് സത്യസന്ധമായിട്ടുള്ള എന്തുണ്ടോ എന്ന് മാത്രമല്ല, ഇത് പരിശോധിച്ച ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി ഇത് പുനരാരംഭിച്ചാൽ മാത്രമേ എന്തെങ്കിലും നീതി ഈ അതിജീവിതയ്ക്ക് കിട്ടുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വളരെയധികം നന്ദി ശ്രീമതി ഉമാ തോമസ് പ്രതികരിച്ചതിന്. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് എ ജയശങ്കർ, ഈ റിപ്പോർട്ട് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിരിക്കുന്നു. അതിൽ നടപടിയെടുക്കുകയാണെങ്കിലും അതിൽ തീരുമാനം പറയുകയാണെങ്കിലും ഉത്തരവ് പറയുകയാണെങ്കിലും ഒക്കെ സ്വാഭാവികമായത് നീതി നിർവഹണ സംവിധാനത്തിലേക്ക് തന്നെ വരേണ്ടതാണ്, നീതിന്യായ മേഖലയിലേക്ക് തന്നെ വരേണ്ടതാണ്. എന്ത് നടപടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? അല്ല, എന്ത് നടപടിയാണ് ഹൈക്കോടതി ഈ കാര്യത്തിൽ കൈക്കൊള്ളുക എന്നുള്ളതിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രവചനം നടത്താൻ ഞാൻ സന്നദ്ധനല്ല. കാരണം നമ്മുടെ അനുഭവങ്ങൾ പലപ്പോഴും കൈപ്പേറിയതായിരുന്നു. ഇപ്പോൾ വളരെ മുമ്പ് ഉണ്ടായ ഒരു സംഭവം, വളരെ മുമ്പല്ല, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ എൻ്റെ വ്യക്തിപരമായ അനുഭവം തന്നെ പറയാം. ഈ സരിത നായർ എന്ന് പറഞ്ഞ മറ്റൊരു അതിജീവിതയുണ്ട്. അവർ കോടതിയിൽ കൊടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് അക്കാലത്ത് രാഷ്ട്രീയമായിട്ട് വലിയ കോളറൊക്കെ സൃഷ്ടിച്ചാണ്. അന്നത്തെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അത് മാറ്റുകയും അദ്ദേഹം അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അന്ന് വിജിലൻസിൽ പരാതി കൊടുത്ത ആളാണ് ഞാൻ. ഹൈക്കോർട്ട് വിജിലൻസ് രജിസ്ട്രാർ അന്വേഷണം നടത്തി. ഇതിൽ സാമാന്യമായ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുത്തു. ഹൈക്കോടതി ഈ കുറ്റാരോപിതൻ ആയ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് കുറ്റപത്രം കൊടുത്തു. കുറ്റപത്രത്തിന് അദ്ദേഹം എന്തോ ഒരു മറുപടി കൊടുത്തായിട്ട് അറിയും. ആ മറുപടി കിട്ടിയപ്പോൾ ഹൈക്കോടതിയുടെ എല്ലാ സംശയങ്ങളും തീർന്നു. ഹൈക്കോടതിയുടെ സകല സംശയവും തീർന്നു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തൊന്നുമില്ല. അദ്ദേഹത്തിന് തടഞ്ഞു വെച്ച പ്രൊമോഷൻ കൊടുത്തു. അദ്ദേഹം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് നിന്ന് നീതി നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സംഗതികളുടെ ഒരു കിടപ്പ്. പിന്നെ ഈ ഫയലുകൾ നഷ്ടപ്പെടുന്നതൊന്നും പുതിയ കാര്യമല്ല. ഇപ്പോൾ ഈ നാട്ടിൽ കുളലൊക്കെ സൃഷ്ടിച്ച കേസാണല്ലോ അഭിമന്യുവിൻ്റെ കൊലപാതകം. ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ തീവ്രവാദ സംഘടനയിൽപ്പെട്ട ചില പോക്കരികൾ കുത്തിക്കൊല്ലും. അത് പോലീസ് അന്വേഷിക്കുന്നു, അവരുടെ ഫയൽ ഇത് ചാർജ് കൊടുക്കുന്നു. ചാർജ് കൊടുത്ത് വളരെ കാലത്തേക്ക് യാതൊരു അനക്കമില്ല. നമ്മൾ പല ചർച്ചകളിലൊക്കെ പറയുന്നുണ്ട് അഭിമന്യുവിൻ്റെ കേസിന് എന്ത് സംഭവിച്ചു. ആദ്യം വിചാരിച്ചു കോവിഡ് കാരണമായിരിക്കും, പിന്നെ വിചാരിച്ചു ഈ കേസിൻ്റെ വിചാരണ ആ കോടതിയിൽ നടക്കുന്നതുകൊണ്ടായിരിക്കും. പക്ഷേ ഇപ്പോഴല്ലേ സത്യം പുറത്തു വരുന്നത്. അതിൻ്റെ ഫയല് അവിടെ കാണാനേ ഇല്ല. പല കേസുകളിൽ പല ഫയലുകൾ കാണാതാകാറുണ്ട്. ഈ കേസ് പ്രത്യേകമായി കാണേണ്ടതില്ല എന്ന്. അതെ, ഞാനതാ ചോദിക്കുന്നത്. ആ കേസിൽ മാത്രമല്ല മറ്റ് കേസുകളിലും കാണാതാകുന്നുണ്ട്. അപ്പോൾ ഇതാരാ സൂക്ഷിച്ചു വെക്കേണ്ടത്? ആർക്കായിട്ട് ഉത്തരവാദിത്വം? അങ്ങനെ ഉത്തരവാദിത്തമുള്ള ഒരാളെങ്കിലും ഉണ്ടാവണ്ടേ? ഇത് എവിടെ നിന്നാണ് സംഭവിക്കുന്നത്? PWD ഓഫീസിൽ നിന്നല്ല, ഇറിഗേഷൻ എഞ്ചിനീയർ ഓഫീസിൽ നിന്നല്ല, താലൂക്ക് ഓഫീസിൽ നിന്നല്ല, കോടതിയിൽ നിന്നാണ്. അപ്പോൾ ആർക്കായിട്ട് ഉത്തരവാദിത്വം? അതൊന്നും അറിയണം. ഞാൻ അതാ ചോദിക്കുന്നത്. ഈ അഭിമന്യുവിൻ്റെ കേസിൽ ഫയൽ കാണാതായതാണെങ്കിലും ചെറിയ കാര്യമല്ലല്ലോ. ഒരു ചെറുപ്പക്കാരനെ കുത്തിക്കൊന്നതല്ലേ തീവ്രവാദ സംഘടനക്കാർ, പിന്നീട് നിരോധിക്കപ്പെട്ട സംഘടന. ആ സംഘടന നിരോധിക്കുന്നതിന് കാരണമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ചൂണ്ടിക്കാണിച്ച ഒരു കാരണം ഈ ചെറുപ്പക്കാരൻ്റെ കൊലപാതകമായിരുന്നു.
ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, പ്രതിപക്ഷ പാർട്ടിയുടെ വോട്ടെന്ന് വയ്ക്കും. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആർക്കും ഉത്തരവാദിത്വം? അവിടുത്തെ ഒരു പ്യൂണിനെ പോലും ഇതുവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല, ഒരാളുടെ പേരിലും കുറ്റപത്രം കൊടുത്തിട്ടില്ല, അന്വേഷണം നടക്കുന്നില്ല. എന്താ നടക്കാത്തത്? ആർക്കും ഉത്തരവാദിത്വം? ഞാൻ ആവർത്തിച്ചു ചോദിക്കുന്നു, ആർക്കാണ് ഉത്തരവാദിത്വം? പിന്നെയും ഉണ്ടല്ലോ കാണാതെ പോയ കേസുകൾ. ഇനിയിപ്പോൾ കാണുന്ന കേസുകളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ട് വരും. അവിടെ എന്തൊക്കെ തിരിമറി നടത്തിയിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലേക്ക് കുത്തഴിച്ച പുസ്തകം പോലെ ഈ സംവിധാനം പോയാൽ എന്തായിരിക്കും ഇതിൻ്റെ ബാക്കി പത്രം എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ പറഞ്ഞത് കേട്ടു ദിലീപിനെ കുറിച്ച്. ഈ ദിലീപ് എൻ്റെ അയൽവാസിയാണ്, അകന്ന ബന്ധുവുമാണ്. ഞാൻ അദ്ദേഹത്തെ കുട്ടിക്കാലം തൊട്ട് അറിയുന്നതാണ്. പക്ഷേ ഈ രാഹുലിൻ്റെ അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്തുതി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു മഹാത്മാഗാന്ധിയെക്കുറിച്ചോ യേശു ക്രിസ്തുവിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആരെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ പറഞ്ഞു വന്നപ്പോഴാണ് ദിലീപിനെ കുറിച്ചാണെന്ന് മനസ്സിലായത്. അപ്പോൾ രാഹുലേ, ഇത് കാണുന്ന ആളുകൾ വെറും പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ മാത്രമേ ഒരു അഭ്യർത്ഥനയുള്ളൂ, ഒരു അപേക്ഷയാണ്, തെറ്റിദ്ധരിക്കരുത്. ശരി. അഡ്വക്കേറ്റ് ആശ, നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞത് ഇതൊരു ഗൂഢാലോചനയാണ്, ഇത്തരത്തിൽ ഈ ഫോൺ കൊണ്ടൊക്കെ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടാകാമല്ലോ എന്നൊരു ചോദ്യം വരുമ്പോൾ അതൊക്കെ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളാണ് എന്നുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഈ മെമ്മറി കാർഡ് നിയമ സംവിധാനത്തിന്റെ പക്കൽ സുരക്ഷിതമാണെന്നൊരു ഉറപ്പുണ്ടായെങ്കിൽ നമുക്ക് ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തിന് ഈ ഹർജി പോലും വേണ്ടതില്ല. ഇന്ന് ചങ്കുപൊട്ടി ആ പെൺകുട്ടിക്ക് കേരളത്തിന്റെ സമൂഹത്തോട് ഇതൊന്നും പറയേണ്ടിയും വരില്ല. അതുപോലും ഇല്ലാതിരുന്നിട്ടാണ് ആരും ആരോപണം ഉന്നയിക്കരുത് എന്ന് അടച്ചു പറയേണ്ടത്. അത് അങ്ങനെ തന്നെ എടുത്തങ്ങ് വിഴുങ്ങണോ? നോക്കൂ, ഇതിൽ കൃത്യമായി തന്നെ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ള 8ാം പ്രതിയായിട്ടുള്ള ഗൂഢാലോചന കേസിൽ ഈ ഇൻസിഡന്റ് നടക്കണമെങ്കിൽ ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ മെയിൻ കൾപ്രിറ്റ് ആയിട്ടുള്ള സുനി ഇങ്ങനെ ചെയ്യണം, സുനിക്ക് അതിന് പണം കൊടുക്കാം, അപ്പോൾ എന്നിട്ട് ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് കാണിക്കണം. എന്തിനാണ് ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് കാണിക്കുന്നത്? ആ സ്ത്രീയുടെ ഉപദ്രവിച്ചാൽ മാത്രം പോരാ, അവരുടെ പ്രൈവസിയെ വെച്ചുകൊണ്ട് വിലപേശാനും അവരെ പ്രൈവസി ലോകം മുഴുവൻ കാണിക്കാനും എന്ന് ഭീഷണിപ്പെടുത്താനും അവരെ ഉപദ്രവിക്കാനും അവരെ ടാർണിഷ് ചെയ്യാനും മാത്രമാണ്. ആ ലക്ഷ്യം കൂടി ഇപ്പോൾ ആ ആരോപിക്കപ്പെട്ട പ്രതിക്ക് സാധിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിലൂടെ എന്നാണ് ഇയാൾക്കുള്ള പ്രസക്തി ഇതിനകത്ത്. അതായത് ഗൂഢാലോചനയാണ് ഞാൻ പറയുന്നത്, കൃത്യമായി തന്നെ ഗൂഢാലോചന തിയറി തന്നെയാണ്. ഈ ദിലീപ് എന്ന പ്രതിക്ക് എന്താണോ അയാൾ ആഗ്രഹിച്ച അയാളുടെ ക്രൈം എന്താ പറയുക മുഴുവനായി ചെയ്ത് കഴിക്കാൻ സാധിച്ചു. അതായത് ഈ സ്ത്രീയെ ഉപദ്രവിക്കണം, അത് കൃത്യമായി തന്നെ വീഡിയോഗ്രാഫി ചെയ്യണം, ആ വീഡിയോഗ്രാഫി ചെയ്ത സാധനം കയ്യിൽ വെച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തണം, ഇത് മറ്റുള്ള ആളുകളെ കാണിക്കുന്നു പറയണം, നീ ഞാൻ പറയുന്നത് അനുസരിക്കണം എന്നൊക്കെയാണല്ലോ ഇതിൽ കൃത്യമായിട്ടുള്ള ആരോപണം. ഈ ആരോപണത്തിൻ്റെ അവസാനം എന്താണ്? അവർ ഇയാൾക്കെതിരെ തിരിയുന്ന സമയത്ത് ഇത് മുഴുവൻ ലോകത്തെ കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം എന്താണോ പ്രതി ആഗ്രഹിച്ചത്, ഒരാളെ കുത്തിക്കൊല്ലാൻ വിട്ടു, അയാൾ മരിച്ചില്ല, പിന്നെ ഈ പ്രതി ജയിലിൽ ചാടി പോയിട്ട് പിന്നീട് പോയി കുത്തിക്കൊല്ലുന്ന പോലെ ഉണ്ടല്ലോ, അതുപോലെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഈ പ്രതിക്ക് വേണ്ടിയോ ഈ പ്രതിയോ മറ്റാളുകളോ ഞാൻ ആരോപിക്കുന്നു അവരൊക്കെ കൂടി ചേർന്ന് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ഈ ദൃശ്യം ഇങ്ങനെ മറ്റുള്ള ആളുകളിലേക്ക് ഒരു വിലയുമില്ലാതെ എത്തിക്കണതും അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ആരോപിക്കാമല്ലോ. മഹാനായ ദിലീപിനെ അപ്പുറത്ത് കൃത്യമായി തന്നെ രാഹുൽ ഈശ്വർ സപ്പോർട്ട് ചെയ്തോട്ടെ. പക്ഷെ ഞാൻ പറയുന്നു, അതേ മനുഷ്യൻ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പുറകിലും. ഇന്ന് കാരണം കോടതിയിലെ ജഡ്ജിനോട് ഒരു ആത്മബന്ധം ഉണ്ടാക്കാനുള്ള വഴിയൊക്കെ കണ്ടുപിടിക്കുന്ന സംസാരങ്ങളൊക്കെ നമ്മൾ കേട്ടതാണല്ലോ, ടേപ്പിലൊക്കെ കേട്ടതല്ലേ ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതൊക്കെ എന്ത് തന്നെ ആവട്ടെ, സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ജുഡീഷ്യറിയുടെ അകത്താണ്. അതാണ് എന്നെപ്പോലുള്ള ആളുകളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന സംഗതി. അതായത് ഈ ജുഡീഷ്യറി ഉണ്ട് ഇവിടെ. രാഹുൽ ഈശ്വരടക്കം നിയമം പഠിച്ച് വന്നിരിക്കുകയാണല്ലോ. ഈ ജുഡീഷ്യറി ഇവിടെ ഉണ്ട് നിങ്ങളെയൊക്കെ സംരക്ഷിക്കാനായിട്ട്. നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇല്ലാതായി പോയാൽ, നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻഫ്രിഞ്ച് ചെയ്യപ്പെട്ടാൽ സർക്കാരിൻ്റെ ഏതെങ്കിലും ഏജൻസി വഴി, ഇവിടെ ജുഡീഷ്യറിയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് ഇല്ലാണ്ടാക്കുന്നത്. ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും ജുഡീഷ്യറി. ഇവിടെ ചെയ്തിട്ടുള്ള ഈ ആളുകളടക്കമുള്ള, അതായത് ആരുടെയൊക്കെ ഉത്തരവാദിത്തത്തിലാണോ ഈ ഫയൽ ഇരുന്നത്, ആരുടെയൊക്കെ ഉത്തരവാദിത്തത്തിലാണോ ഈ കോടതി ഫംഗ്ഷൻ ചെയ്യുന്നത്, അവർക്കെതിരെ കൾപ്രിറ്റുകളായിട്ട് FIR ഇട്ട് കേസ് അന്വേഷിക്കണം. നേരത്തെ സാറ് പറയണ്ടായിരുന്നല്ലോ, ഇത് ക്രിമിനൽ കേസ് അന്വേഷിക്കേണ്ട, ക്രിമിനൽ നടപടി ക്രമപ്രകാരം പോകേണ്ട മാറ്ററാണ്. അതെ, ഇത് അങ്ങനെ പോകേണ്ട മാറ്ററാണ്. ഈ സംവിധാനത്തിനുള്ളിൽ നിൽക്കുന്നതുകൊണ്ട് അങ്ങേ അത് ഏറെ ബാധിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ അങ്ങും പ്രിവിലേജ്ഡാണ്. പ്രിവിലേജ്ഡ് അല്ലാത്ത ആളുകളെ, സാധാരണക്കാരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കാരണം നീതിയുടെ അങ്ങേ അറ്റത്തൊരു വെളിച്ചമുണ്ട് എന്ന് കരുതി ഇക്കണ്ട രാത്രി മുഴുവൻ നടന്നു തീർക്കുന്ന മനുഷ്യർക്കു നേരെയാണ് ഈ പറയുന്ന വാതിൽ കൊട്ടിയടക്കൽ ഉണ്ടാകുന്നത് എങ്കിൽ അതിന് പരിഹാരം ഉണ്ടാകേണ്ടതാണ്. രാത്രി 10:58 എന്തു കൃത്യനിർവഹണ വ്യഥയാണ് ഈ പറയുന്ന മെമ്മറി കാർഡ് പരിശോധിക്കാൻ ആ മനുഷ്യനെ പ്രേരിപ്പിച്ചത് എന്ന് നിയമം പറയേണ്ടതുണ്ട്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.